ഇപ്പോൾ ലൈവിൽ അഭിഷേകവും ഉണ്ണിയിലും ഷാനവാസും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവർ പറയുന്നത് എല്ലാ ടാസ്ക് വരുമ്പോഴും ആര്യനും ജിസയിലും ആണ് എപ്പോഴും കളിക്കുന്നത്. നമുക്കും എന്താ ക്യാപ്റ്റൻ ആവണ്ടേ? ഇത് അനുമോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു എന്തിനാണ് ജിസയിലിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അന്ന് എല്ലാവരും അനുമോൾക്ക് എതിരായി. അന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ആണുങ്ങളും മൊണ്ണയാണ്, എല്ലാവരും അവളുടെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന്. അന്ന് എല്ലാവരും അതിനെ എതിർത്തു. ഒരു സൈഡിൽ ആര്യനും ജിസയിലും കൂടെ നടക്കുന്നുണ്ട്. അവർ ശരത്തിൻ്റെ ഗെയിമിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ശരത്തിൻ്റെ ഗെയിമൊക്കെ ആര്യൻ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് കളിച്ചിട്ടുണ്ട് എന്നാണ് ആര്യൻ്റെ വാദം. ജിസയിൽ അവിടെ സേഫ് ഗെയിം കളിക്കുന്നവരെ കുറിച്ചിട്ടാണ് പറയുന്നുണ്ട്. അഭിഷേക് ഓണിയിലൊക്കെ സേഫ് ഗെയിം കളിക്കുന്നു എന്നാണ് പറയുന്നത്. അത് സത്യം തന്നെയല്ലേ? അവർ സേഫ് ഗെയിം അല്ലേ കളിക്കുന്നത്? അടുത്ത വീക്കെൻഡിൽ ചിലപ്പോൾ ലാൽ സാർ പറയുമായിരിക്കും ഇവരുടെ സേഫ് ഗെയിമിനെ കുറിച്ചിട്ട്. ഉണ്ണിയിൽ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഫുഡൊക്കെ ഇവിടെ കിട്ടുന്നത് അധികമാണ്. ഇച്ചിരി ഫുഡ് അധികം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മുടി മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലക്ഷറി ഫുഡിന് വേണ്ടി മുടി മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ജിസേൽ പറയുന്നത്. ഏറ്റവും അവസാനം എല്ലാ കുറ്റങ്ങളും കൂടെ അനീഷിൻ്റെ തലയിലേക്ക് കൊണ്ടിടാനും ശ്രമിക്കുന്നുണ്ട്. അനീഷ് അതിനൊന്നും വന്നിട്ട് സംസാരിക്കാൻ നിന്നില്ല എന്ന് പറയുന്നത്. ശരിക്കും അനീഷല്ലേ ഇവിടെ മൈൻഡ് ഗെയിം കളിച്ചത് അല്ലേ?